ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽസിൽ എന്ത് ചെയ്യുക, ഇന്നത്തെ പാർട്ട് 25 പറ്റുന്നു. നമുക്ക് പാർട്ട് 25 ആണോ പാർട്ട് 25 നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ 0 to π/2 2 log sin x മൈനസ് ലോഗ് സൈൻ 2x dx. കാണുമ്പോൾ ഭയങ്കര പേടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ പോലെയാണ്. നമുക്കെല്ലാം ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. എം ലോഗ് എൻ സിക്കൽ ടു ഈ എന്ത് ചെയ്യുക, എം എൻ ഇതിൻ്റെ പവറായിട്ട് എഴുതാം. അപ്പോൾ ലോഗ് എൻ റൈസ് ടു ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ, ലോഗ് എൻ റൈസ് ടു എം. നമുക്ക് ചെയ്ത് നോക്കാം. I is equal to integral 0 to π/2 2 log sin x log sin 2x. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് എം ലോഗ് എക്സിൽ. അപ്പോൾ എന്ത് ചെയ്യും, സൈൻ 2 നമുക്ക് ലോഗിൻ്റെ പവറായിട്ട് പറഞ്ഞേക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, ലോഗ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് ലോഗ് സൈൻ 2x dx. ഇതിപ്പോൾ ഏത് ഫോർമുലയിലത്, ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പോൾ എന്താ ഈ പറഞ്ഞ ലോഗ് ഓഫ് എ ബൈ ബി. അപ്പോൾ എന്താ ലോഗ് ഓഫ് എ സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ 2x dx. ഇത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ട്രിഗ്നോമെട്രി വെച്ചിട്ട് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സൈൻ 2x നമുക്കറിയാം 2 sin x cos x ആണ്. അപ്പോൾ ഈ സൈൻ 2x പകരം 2 sin x cos x. ഇന്ന് ഇവിടുന്ന് ഒരു സൈൻ എക്സ് ക്യാൻസൽ, ഇവിടെ ഒരു സൈൻ എക്സ് ക്യാൻസൽ. അപ്പോൾ ഇവിടെ എന്ത് ബാക്കിയുണ്ട്, ഇവിടെ ഒരു 1/2 ബാക്കിയുണ്ട്. പിന്നെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ഉണ്ട്, പിന്നെ ബൈ 2. അപ്പോൾ ലോഗ് ടാൻ എക്സ് ബൈ 2. അപ്പോൾ നമുക്കിതിനെ വീണ്ടും തിരിച്ചിട്ട് ഇപ്പോൾ ലോഗ് എ ബൈ ബിനെ പിന്നെ തിരിച്ചിട്ട് എങ്ങനെ എഴുതാം, ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പോൾ ലോഗ് എ ബൈ ബി എന്ന് പറയുമ്പോൾ ലോഗ് ഓഫ് എ. അപ്പോൾ എന്താ ലോഗ് ടാൻ എക്സ് മൈനസ് ലോഗ് 2 dx. അപ്പോൾ എന്താ ഈ പറഞ്ഞ ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് ടാൻ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് 2 dx. ഈ ലോഗ് 2 എന്തായാലും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇത് ഇൻ്റഗ്രലിനെ പുറത്ത് വരും. പിന്നെ ആകെ ബാക്കിയുണ്ട് ഇൻ്റഗ്രൽ dx. അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ I is equal to I1 മൈനസ് ആർ. ഇനി തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത്, നമുക്ക് ഇതിന് എന്തായാലും ഇതിന് നമുക്ക് എന്തായാലും സോൾവ് ചെയ്യണം. പക്ഷേ തൽക്കാലത്തേക്ക് അതിനൊരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ I1 എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഇതിനാ. സെക്കൻഡ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ലോഗ് 2നെ പുറത്തെടുത്ത്, കാരണം കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എന്താണ് ഇൻ്റഗ്രൽ dx. ഇൻ്റഗ്രൽ dx എന്ന് പറയുമ്പോൾ എക്സ് ആണ്. അപ്പോൾ വിത്ത് ദ ലിമിറ്റ് 0 to π/2. അപ്പോൾ എന്താ I1 മൈനസ് എന്താണ് ഈ പറഞ്ഞ π/2 മൈനസ് 0 ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താ π/2 മൈനസ് 0 ഇൻറ്റു ലോഗ് 2 ഉണ്ട്. ഇത് തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം എന്താണ് ബാക്കി മറ്റേ എന്താണ് ഈ പറഞ്ഞ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് I1 എന്ന് പറയുന്ന ഇൻ്റഗ്രലിനെ സോൾവ് ചെയ്യാം. അപ്പോൾ I1 is equal to ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് ടാൻ എക്സ് dx. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഇൻ്റഗ്രൽ നമുക്ക് നമ്മളെ കിങ്സ് റൂൾ ഇൻ്റഗ്രൽ 0 to f of x dx is equal to ഇൻ്റഗ്രൽ 0 to f of a മൈനസ് എക്സ് dx. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. അപ്പോൾ I1 is equal to 0 to π/2 എന്താണ് ലോഗ് ടാൻ എക്സിന് പകരം π/2, അതായത് π/2 മൈനസ് എക്സ് dx. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ π/2 ഇവിടെയാണ്. π/2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ. അപ്പോൾ ടാനിൻ്റെത് എന്താണ് കോംപ്ലിമെൻ്ററി ആംഗിൾ ആയിട്ടില്ല. അപ്പോൾ കോട്ട് വരും. അപ്പോൾ എന്താ ലോഗ് കോട്ട് എക്സ് dx. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി എന്ത് ചെയ്ത് നമ്മളെ കിങ്സ് റൂൾ പ്രകാരം ആഡിങ് ഇക്വേഷൻ 1 and 2. അപ്പോൾ എന്താ ഈ പറഞ്ഞ I1 പ്ലസ് I1 is equal to 2I1 is equal to ഇൻ്റഗ്രൽ 0 to π/2 എന്തെല്ലാം ഉണ്ട്, ലോഗ് ടാൻ എക്സ്, പിന്നെ എന്തുണ്ട് ലോഗ് കോട്ട് എക്സ് dx. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് എന്താണ്, ലോഗ് ഓഫ് എ ബി ആണ്. ലോഗ് ഓഫ് എ ബി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന സ്ഥാനത്ത് എന്തുണ്ട് ടാൻ എക്സ് ഉണ്ട്, ബീൻ്റെ സ്ഥാനത്ത് എന്തുണ്ട് കോട്ടെക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിലേത്, അപ്പോൾ ലോഗ് ടാൻ എക്സ് കോട്ടെക്സ്. പിന്നെ നമുക്ക് അറിയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കോട്ടെക്സിനെ നമുക്ക് എങ്ങനെ മാറ്റിയിട്ട് എഴുതാം, ഇതാ ടാൻ എക്സ് is equal to 1 കോട്ടെക്സ്. അല്ലെങ്കിൽ എന്തെങ്ങനെ എഴുതാം, ഒരു കാര്യം ചെയ്യാം, കോട്ടെക്സ് is equal to 1 ടാൻ എക്സ്. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം, കോട്ടെക്സിനൊക്കെ റെസിപ്രോക്കലായിട്ടില്ല 1 ടാൻ എക്സ്. കാരണം എന്താണ് ടാൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ് കോട്ടെക്സ്, കോട്ടെക്സിൻ്റെ റെസിപ്രോക്കലാണ് ടാൻ എക്സ്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ടാൻ എക്സിൻ്റെ 1 ടാൻ എക്സ്. അപ്പോൾ ഈ ടാൻ എക്സും 1 ഈ ടാൻ എക്സും കട്ടായിപ്പോയി. അപ്പോൾ എന്താ ഇനി ഈ പറഞ്ഞ 1 മാത്രം ബാക്കി. നമുക്കറിയാം ലോഗ് 1 എന്ന് പറയുന്നത് എത്രയാണ്, 0. ലോഗ് 1 is completely 0. അപ്പോൾ ഇൻ്റഗ്രലിൽ ഇനി ചോദ്യം ഒതുക്കുന്നില്ല, ഇൻ്റഗ്രൽ 0. ഇപ്പോൾ I1, അപ്പോൾ 2I1 equal to 0. അപ്പോൾ I1 is equal to ഈ 2 ഇപ്പുറത്തേക്ക് പറഞ്ഞാൽ 0/2 equal to 0 തന്നെ. ഇനിയിപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, I1 വാല്യൂ ആയിട്ട് 0 എന്തായാലും അതിന് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ പുട്ടിങ് ദ വാല്യൂ ഓഫ് I1 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ഇതിനെ നമുക്ക് ഇതിനെന്താണ് ഇക്വേഷൻ നമ്പർ, ഇതിന് തൽക്കാലത്തേക്ക് ഒരു ഇക്വേഷൻ നമ്പർ 3 നാട്ടെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് 1 വേണ്ട, ഇക്വേഷൻ നമ്പർ 3 വി ഗെറ്റ് I is equal to എന്തായാലും I1 0 ആയിപ്പോയി, മൈനസ് എന്തുണ്ട് ഈ പറഞ്ഞ ഇവിടെ നിങ്ങൾ കണ്ടോ മൈനസ് ഓഫ് എന്താണ് π/2 ആണ്. അപ്പോൾ മൈനസ് π/2, പിന്നെ എന്തുണ്ട് ഇവിടെ ഈ -0 നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ ലോഗ് 2 ഉണ്ട്. അപ്പോൾ 0 മൈനസ് π/2 ലോഗ് 2. അപ്പോൾ എന്താ 0 എന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ മൈനസ് π/2 ലോഗ് 2. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് സംഭവം കുറച്ച് പണിയുണ്ട്.
എന്ത് ചെയ്യുക, പക്ഷേങ്കിൽ നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യാനുള്ളത്. ഇവിടെ കംപ്ലീറ്റ് ലോഗിൻ്റെ പ്രോപ്പർട്ടീസാണ്. ലോഗ് എം മൈനസ് ലോഗ് എൻ സിക്കൽ ലോഗ് എം ബൈ എൻ, ലോഗ് എം പ്ലസ് ലോഗ് എൻ സിക്കൽ ടു ലോഗ് എം എൻ, പിന്നെന്താ എം ലോഗ് എൻ സിക്കൽ ടു ലോഗ് എം റേസ് ടു എം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കുറേ എന്തുണ്ട് ഇവിടെ. ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകം നിങ്ങൾക്ക് മനസ്സിലായ ലോഗാരിതമും അറിയണം, ട്രിഗ്നോമെട്രി അറിയണം, കിങ്സ് റൂളും അറിയണം. ഇതായത് 3-4 എന്താണ് മറ്റേ ലോഗാരിതത്തിൻ്റെ പ്രോപ്പർട്ടി അറിയണം, 2-3 മറ്റേ ട്രിഗ്നോമെട്രിൻ്റെ പ്രോപ്പർട്ടി അറിയണോ, അതേപോലെ നമ്മളെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി നമ്പർ 4 ഞാൻ വിശേഷിപ്പിക്കുന്ന കിങ്സ് റൂൾ അറിയണം. ഇതാണ് ഈ ക്വസ്റ്റിനെ വളരെ സ്പെഷ്യൽ ആക്കുന്നത്. വേണ്ടിക്കില്ല ഞാൻ എന്നെ ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ.